ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം വിസ്തൃത ലോകവിധാനത്തിൽ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പരീക്ഷ ക്രിസ്മസ് എക്സാമിന്റെ ആദ്യത്തെ പരീക്ഷകളിൽ ഒന്ന് അല്ലെ, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, പിന്നെ മാത്സും ആണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ മലയാളം ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് ഏകദേശം 6 പാഠഭാഗങ്ങളാണ്, 2 യൂണിറ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അത് 6 പാഠങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ 6 പാഠഭാഗങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റാണ്ടായി പോകരുത്. അപ്പോൾ ഈ 6 പാഠഭാഗങ്ങളാണ്. ഒന്ന് നമ്മുടെ 3-ാമത്തെ യൂണിറ്റ് ആണ്, വിസ്തൃത ലോകവിധാനത്തെങ്കിൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിൽ മണ്ണും മനുഷ്യനും, അതേപോലെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്നുള്ള പാഠഭാഗമാണ്. മറ്റൊന്ന് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്ന പാഠഭാഗം. 4-ാമത്തെ യൂണിറ്റ് പിറന്ന നാടൻ പെരുമയിൽ എന്ന യൂണിറ്റ് ആണ്. അതിൽ ദേശവും എഴുത്തും എന്ന് പറയുന്ന പാഠഭാഗം, ആലപ്പുഴ വെള്ളം, മുരിങ്ങാമരത്തോപ്പ്, ഇങ്ങനെ 6ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടിടാം, നമുക്ക് ഏറ്റവും നന്നായിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇതേപോലെ മക്കൾക്ക് വേണ്ടത് എന്നുള്ളത് മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ പാഠങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. പരീക്ഷന് മുൻപേ നമുക്ക് ലൈവുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട. അപ്പോൾ മലയാളം ഫസ്റ്റിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ കുറേ ആളുകൾ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ എപ്പോഴും മക്കൾ പറയുന്നതാണ്, ടെൻഷനാണ്, പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 6 പാഠഭാഗങ്ങൾ തന്നെയാണ്. ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിച്ചിട്ട് മലയാളം പഠിച്ചു തുടങ്ങാം നമുക്ക്. അപ്പോൾ 3-ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയ കാലത്ത് നമുക്കറിയാം പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ. അതായത് നമുക്ക് പ്രളയമായും അതേപോലെ ഉരുളുപൊട്ടലായും എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് കേരളം ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാലത്ത് അഭിമാനപ്പെട്ടിരുന്ന ഒരു നാടാണ്. പക്ഷെ ഇപ്പം നമുക്ക് കാലം തെറ്റിയ മഴയാണ്, വേനല് അതിതീക്ഷ്ണമായിട്ടുള്ള തീവ്രമായ ചൂട് അനുഭവപ്പെടുന്ന കാലമായി മാറുകയാണ്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ എന്താണ്, മനുഷ്യന്റെ കൈ കടത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ്. പല പാഠങ്ങളിലായിട്ട് ഇപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങളിലൊക്കെ എന്താണ്, ഈ പരിസ്ഥിതി എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതിയെ അവലംബമാക്കിയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. അതുമായി ബന്ധപ്പെടുന്ന 3 പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ നമുക്കൊരു 7 മാർക്കിന്റെ ചോദ്യമൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് എമ്പായിടത്തും വികസനങ്ങളാണ്. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് നമ്മളുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് എന്തിരിക്കുന്നു, വികസനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ വികസനങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, നമ്മളെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള വികസനങ്ങളാണ് മുന്നോട്ടേക്ക് വരുന്നത്. വികസനം ഇല്ലാതെയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വികസനമൊക്കെ ആവശ്യമാണ്, അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും ജീവിക്കാനൊന്നും പറ്റില്ല നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ മാറുന്ന സമയത്തും എന്ത് ചെയ്യണം, പ്രകൃതിയെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ, പ്രകൃതി അങ്ങ് ഇല്ലാണ്ടാക്കി മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ ആ പോക്ക് എല്ലാ കാലത്തേക്കും ഉണ്ടാവോ? നാളെ വരുന്നൊരു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തലമുറയ്ക്ക് ഇവിടെ വാസയോഗ്യമല്ലാത്തൊരിടമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലോകം മാറും എന്നുള്ളതാണ് ഈ പോക്കാണെങ്കിൽ. അപ്പോൾ എങ്ങനെയുള്ള വികസനമാണ് വേണ്ടത്, പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത്, മനുഷ്യൻ മുന്നോട്ടേക്ക് പോകേണ്ടത് ആ ഒരു പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന 3 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ഒന്നാമത്തത് ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയാണ്. രണ്ടാമത്തത് PP രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന കവിതയാണ്. മൂന്നാമത്തത് സാറാ തോമസ് എഴുതിയ ആദി എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു നോവൽ, ഒരു കവിത, ഒരു കഥയാണ് ഈ യൂണിറ്റ് പഠിക്കാനുള്ളത്. പരിസ്ഥിതിയാണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു അല്ലെങ്കിൽ 7 മാർക്കിന്റെ ഒരു ചോദ്യം കൂടിയാണ് നമുക്കിവിടെ കിട്ടിയത്, പരിസ്ഥിതി കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആരാണ് ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെക്കുറിച്ച്? മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാകാരന്മാരിൽ ഒരാളാണ് കേട്ടോ ടി പത്മനാഭൻ. ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. ഒരുപാട് കഥകൾ, 190-ലധികം കഥകൾ എഴുതിയിട്ടുള്ള ഒരു കഥാകാരനാണ് അദ്ദേഹം. കഥകൾ മാത്രമേ എഴുതൂ എന്നുറപ്പിച്ച്
പറയാനുള്ളതെല്ലാം അല്ലെ, അദ്ദേഹത്തിന് സൊസൈറ്റിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം കഥകൾക്കുള്ളിൽ നിറച്ചു വെച്ചിട്ടുള്ളൊരു കഥാകാരനാണ് ടി പത്മനാഭൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം തൻ്റെ കഥകളൊക്കെ ഏതാണ്ട് എല്ലാ കഥകളും എഴുതി തീർന്നു എന്ന് പറയുന്ന ഒരു തരത്തിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമുക്ക് പ്രകൃതി കാണാം, സ്നേഹം കാണാം, അങ്ങനെ പല പല വൈവിധ്യമാർന്ന വിഷയങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമ്മൾ കാണുന്നത്. സ്നേഹം, പ്രണയം, ദയ, ത്യാഗം അല്ലെ, ഇങ്ങനെ വളരെ ലളിതമായ രീതിയിൽ അല്ലെ ഓരോ മനുഷ്യവികാരങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക്, അതിപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടാതെ ജർമ്മൻ ഭാഷ, അതേപോലെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ തുടങ്ങി വിദേശ ഭാഷകളിലേക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ടി പത്മനാഭൻ്റെ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തർജ്ജമകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മഴയെയും മഞ്ഞിനെയും കാറ്റിനെയും ഒക്കെ പ്രണയിച്ചിട്ടുള്ള അല്ലെ, മരങ്ങളെക്കുറിച്ച്, കാടിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചൊക്കെ കഥകൾ എഴുതിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനാണ് ടി പത്മനാഭൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറയുക, ഒരുപാട് ഇപ്പോൾ ഈ തുറന്നടിച്ചത് പോലെ അല്ലെ, അദ്ദേഹം പലതും സ്നേഹത്തിന്റെ എഴുത്തുകാരനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അല്ലെ തോന്നുന്ന കാര്യങ്ങൾ വളരെ എന്താ പറയാ മുഖത്ത് നോക്കി പറയുന്ന, എഴുത്തിലൂടെ അത് കാണിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതേപോലെ എന്താണ് അദ്ദേഹം ഒരുപാട് ചെറുകഥകൾ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥ 1955 അദ്ദേഹം എഴുതിയത്. ഒരു കഥാകൃത്ത് കുരിശിൽ, മക്കൻ സിംഗിന്റെ മരണം, ടി പത്മനാഭന്റെ തിരഞ്ഞെടുത്ത കഥകൾ ഇത് സമാഹാരമാണ്. സാക്ഷി, ഷേക്കുട്ടി, ഹാരിസൺ സാഹിബിന്റെ നായ, വീട് നഷ്ടപ്പെട്ട കുട്ടി, ഒരുപാട് ടീച്ചർ പറഞ്ഞല്ലോ 190-ലധികം കഥകൾ എഴുതിയിട്ടുള്ളൊരു കഥാകാരനാണ്. ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് മഴ മണ്ണിനോട് ചെയ്യുന്നത് എന്തോ അതാണ് ടി പത്മനാഭന്റെ കഥകൾ എന്നാണ് കേട്ടോ. പ്രണയമായും പ്രളയമായും ഒക്കെ മാറുന്ന കഥകളാണ് ടി പത്മനാഭന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ആദ്യം പതുക്കെ തുള്ളികളായുള്ള വീഴ്ചയാണ് അല്ലെ, പിന്നീടുള്ള നിന്ന് പെയ്യലും, അത് കഴിഞ്ഞുള്ള കുത്തിയൊഴിക്കലും, കാറ്റിന്റെ മൂളൽ, ഇടിവെട്ടിന്റെ കയറ്റവും ഇറക്കവും ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ കഥകളിൽ നമുക്ക് കാണാനാവും എന്നുള്ളതാണ്. അത്രമേൽ അല്ലെ മനോഹരമായിട്ടുള്ള കഥകള് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ തിണയ്ക്കൽ പത്മനാഭൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1931 കണ്ണൂരിലെ പള്ളിക്കുന്നിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട് മലയാളത്തിന് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥ തന്നെയാണ് ഇത് നമ്മളുടെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥ. ഇനി എന്താണ് ഈ കഥയിൽ പറയുന്നത്, എന്തിനെ കുറിച്ചാണ് ഈ കഥ സംവദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കഥ പ്രകൃതിയാണ് അല്ലെ, പരിസ്ഥിതിയാണ് ഈ കഥയിൽ പ്രമേയമായി വരുന്നത്. അപ്പോൾ ഈ കഥയിൽ എന്താണ്, മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യന്റെ പാരിസ്ഥിതിക അവബോധത്തെക്കുറിച്ചുമുള്ളൊരു ദാർശനിക സംവാദമാണ് ഈ ഒരു കഥയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മണ്ണും പ്രകൃതി എന്നല്ല ഒരു ഭൗതികമായിട്ടുള്ള വസ്തു അല്ല കേട്ടോ, അത് ആദിയുടെയും അന്തത്തിന്റെയും ആന്തരികതയുടെയും എന്താണ് സാന്നിധ്യമാവുകയാണെന്നാണ് പറയുന്നത്. ഇല്ലായ്മകളുടെ, സ്നേഹശൂന്യതയുടെ, ഒറ്റപ്പെടലുകളുടെ ജീവിത അവസ്ഥയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട് അത്രയും മനോഹരമായ രീതിയിൽ കഥയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പ്രണയം, സ്നേഹം, ദയ, ത്യാഗം തുടങ്ങിയ എല്ലാ വികാരങ്ങളും എന്താണ് വളരെ മനോഹരമായ രീതിയിൽ കഥകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ടി പത്മനാഭൻ. ലാളിത്യം അല്ലെ, ലളിതമായിട്ടുള്ള കഥകളാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രമേൽ എന്താണ് മനോഹരമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഒരു നഗരത്തിന്റെ അല്ലെ എന്താ പറയാ ശബ്ദമോ അതേപോലെ ബഹളമോ, ശബ്ദവും ബഹളവും തന്നെയാണ് അല്ലെ, നഗരത്തിന്റെ ശബ്ദമൊന്നുമില്ലാതെ അല്ലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന അല്ലെ വളരെ ശാന്തമായ പ്രദേശത്ത് എത്തപ്പെടുന്ന രണ്ട് മനുഷ്യരുടെ കഥയാണ്. രണ്ട് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്. ഒരാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ, ഒരാൾ ഭയങ്കര എന്താ പറയാ പൈസക്കാരനായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ വലിയൊരു ബംഗ്ലാവ് വെക്കുകയാണ്. ഭയങ്കര ഉള്ള മരവും ഒക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അയാൾ വലിയൊരു കൊട്ടാരം പണിയുന്നത് അല്ലെ. അപ്പൊ അത് പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലെ, അതെന്ത് ചെയ്യാണ് ഭയങ്കര വേദനയായിട്ട് മാറുകയാണ് കഥയിൽ കേട്ടോ. അപ്പൊ നഗരത്തിന്റെ ശബ്ദവും ബഹളവും ഇല്ലാത്തൊരു എന്താ പറയാ അന്തരീക്ഷത്തിലേക്ക് അല്ലെ, ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് വന്ന് ജീവിക്കുന്ന വ്യത്യസ്തരായി ജീവിക്കുന്ന രണ്ട് മനുഷ്യരുടെ കഥയാണ് മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥ എന്ന് ആദ്യം നമ്മൾ ഓർപ്പിക്കുക. അപ്പൊ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ രണ്ട് ചോദ്യം വേറെയും കിട്ടി, എന്താണ് കഥാപാത്ര നിരൂപണങ്ങളാണ്. ചിലപ്പോൾ ഈ പൈസക്കാരനായിട്ടുള്ള ആളുടെ കഥാപാത്ര നിരൂപണം ചോദിക്കും, ഈ പ്രകൃതി സ്നേഹിയായിട്ടുള്ള ആളുടെ കഥാപാത്ര നിരൂപണം ചോദിക്കും. അങ്ങനെ രണ്ട് കഥാപാത്ര നിരൂപണങ്ങൾ കൂടെ ഓർത്ത് വയ്ക്കുക.
അപ്പോൾ സാധാരണ ടി പത്മനാഭൻ എഴുതുന്ന കഥാശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു എഴുത്തായിരുന്നു മണ്ണും മനുഷ്യൻ എന്ന് പറയുന്ന കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു വൈകുന്നേരം, ഒരു പകലിന്റെ അവസാനത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കഥ ആരംഭിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മറയാൻ പോകുന്ന സൂര്യനെയും അത് ചേർത്ത് വയ്ക്കുന്ന സൗന്ദര്യത്തെയും നോക്കിയിരിക്കുകയാണ് കഥയിലെ നായകൻ. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതി സ്നേഹിയായിട്ടുള്ള നായകനാണ് കഥാനായകൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വായിച്ച് പകുതിയാക്കി വെച്ചിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. മറയുന്ന അന്തി വെളിച്ചത്തിൽ പറമ്പിന്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും കഥാനായകന് പ്രത്യാശ പകരുന്നു എന്ന് പറയുന്നത്. അപ്പൊ കഥയിൽ ഏറെയും എന്തും നമുക്ക് കാണാം, പ്രകൃതിയെ കാണാം, മരങ്ങളെ നോക്കി നിന്ന് ആസ്വദിക്കുന്ന കഥാനായകനെ കാണാം. അല്ലെ, അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ മുഴുവൻ എന്താണ്, ഈ പ്രകൃതിയിലുള്ള അതിനൊക്കെ മനുഷ്യഭാവം നൽകുകയാണ്. അതായത് ഈ പ്രകൃതിയിലുള്ള മരങ്ങളും ജീവജാലങ്ങളെയും ഒക്കെ എന്താണ്, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് കഥാനായകൻ കാണുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന അല്ലെ അവസ്ഥകളെ കുറിച്ച്, അനുഭൂതിയെ കുറിച്ചൊക്കെ കഥയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ കഥാനായകൻ കൊച്ചിയിൽ ഒരു സ്ഥലത്ത് നല്ലൊരു കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്ത ഒരാളായിരുന്നു. അങ്ങനെ റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ആ ഒരു വലിയ സ്ഥലത്ത്, ആദ്യം അദ്ദേഹമാണ് അവിടെ താമസിച്ചത്, കാടായിരുന്നു, നിറയെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നീട് കുറെ ആളുകൾ എന്ത് ചെയ്യാണ്, ആ സ്ഥലത്തേക്ക് വന്ന് താമസിക്കുകയാണ് കഥയിൽ. പക്ഷേ കഥാനായകനെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് തൊട്ടടുത്ത് ഒരു അയൽക്കാരൻ, നേരത്തെ പറഞ്ഞ റിച്ച് മാൻ എന്ത് ചെയ്യാണ്, വലിയൊരു ബംഗ്ലാവ് കൊണ്ട് പണിത സമയത്തായിരുന്നു കേട്ടോ. യഥാർത്ഥത്തിൽ അതൊരു വീടല്ല, അതൊരു ബംഗ്ലാവോ കൊട്ടാരമോ ആയിരുന്നു എന്ന് പറയാണ്. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് എന്ന് നമ്മളുടെ കഥാനായകൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒക്കെ ഇപ്പൊ ടീച്ചറൊക്കെ നാട്ടിലെ ഇപ്പൊ എന്താ പറയാ, ഒരുപാട് വീടുകൾ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകളുണ്ടാവും അല്ലെ, അവരവിടെ സെറ്റിൽ ആയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ നാട്ടില് കൊട്ടാരം പോലെയുള്ള ഒരുപാട് സ്ഥലത്ത്, ഇഷ്ടമാണ്, പേഴ്സണൽ ചോയ്സ് ആണ്, നമ്മൾ ചോദ്യം ചെയ്യല്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും സാധനങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരു വയലായിരിക്കും, അതൊക്കെ നികത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വീടൊക്കെ വെക്കുന്നത്. ഇല്ലാത്ത ആളുകളല്ലേ, നമുക്ക് ചിലപ്പോൾ വീട് വെക്കാൻ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും അല്ലെ, മരങ്ങൾ ആവശ്യം ഉണ്ടാവാം. പക്ഷെ ആ വെട്ടിമാറ്റുന്ന മരങ്ങൾക്ക് പകരം ഒന്നോ രണ്ടോ മരങ്ങൾ അല്ലെ വെച്ച് പിടിപ്പിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അല്ലാതെ എല്ലാവരും ഇപ്പോൾ വീടുണ്ടാക്കി ഇനി ആരും മരം മുറിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും വീട് വേണം, അല്ലെ ജീവിക്കാൻ ഇടം വേണം, ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, അല്ലെ ഇപ്പൊ ഇത്രയും വലിയ വീടുകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പലപ്പോഴും അത് എല്ലാ സ്ഥലങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ടാവില്ല അല്ലെ. ഇപ്പൊ പലപ്പോഴും മേലെ അപ്സ്റ്റെയർ വീടൊക്കെ ഉള്ള വീടുകളിൽ പലപ്പോഴും മേലെയുള്ള മുറികളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പല വീടുകൾ എന്താണ്, വലിയ വീടുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതൊന്നും എന്ത് ചെയ്യില്ല, വാടകയ്ക്കും കൊടുക്കില്ല, അതേപോലെ എന്ത് ചെയ്യില്ല, ആരും ഉപയോഗിക്കാനും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരൊക്കെ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് സെറ്റിൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ വീട് എന്ന് പറയുന്നത് ആദിമകാലത്ത്, പഴയ കാലത്ത് അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നതാണ് അതൊരു ഷെൽട്ടറാണ്. മഴയും അല്ലെ മഞ്ഞും വെയിലും ഒന്നും ഏൽക്കാതെ നമ്മൾ സുരക്ഷിതമായി, മറ്റ് മൃഗങ്ങളിൽ നിന്നൊന്നും നമ്മൾ എന്താ പറയാ അപകടം ഉണ്ടാവാതെ നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ വീട് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷേ ഇക്കാലത്ത് വീടിന്റെ രൂപകൽപ്പന, വീട് എന്ന് പറയുന്നത് എന്തായി തീരാണ്, ഒരു ആഡംബരത്തിന്റെ, ഒരു പൊങ്ങച്ച സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടാണ്. അപ്പൊ വലിയ വീട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ അപ്പൊ അങ്ങനെ താമസിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടി ആയിരിക്കണം മേ ബി. അപ്പൊ ആ തരത്തിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളുടെ വീടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നു അല്ലെ. അതേപോലെ വീടിന്റെ ഭംഗി, വലിപ്പം, ഒരാളുടെ സാമൂഹിക പദവിയെ തന്നെ എന്താണ് അടയാളപ്പെടുത്തുന്ന തരത്തിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാറിയിരിക്കുന്നത്. അത് സൗന്ദര്യബോധത്തിന്റെയും അതേപോലെ എന്താ പറയുക വ്യക്തിത്വത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. അതും ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വീടിന്റെ ഡിസൈന്, അലങ്കാരങ്ങള്, അവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങള്, അതൊക്കെ വീട്ടുടമയുടെ അഭിരുചി, ജീവിത ദർശനം, സാംസ്കാരിക നിലപാടൊക്കെ വെളിപ്പെടുത്തുന്ന തരത്തിലാണ് ചെയ്യുന്നത് ഓരോ വീടുകളും പുതിയ കാലത്ത് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ പല വീടുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഭയങ്കര എസ്തെറ്റിക്, ഭയങ്കര രസമുള്ള അല്ലെ രീതിയിലൊക്കെ, ഇപ്പൊ പുതിയ കാലത്ത് കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്ന പോലെ പഴയ കേരള അല്ലെ ട്രഡീഷണൽ ഒരു 4 കെട്ട് 8 കെട്ട് സ്റ്റൈലിലൊക്കെയുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്രകൃതിയെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ, വീട് നമുക്ക് ആവശ്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അല്ലെ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്ത് വീടുകൾ നിർമ്മിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. വീടിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്,
അവിടെ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സേഫായി സുരക്ഷിതമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മഴയും വെയിലും ഒന്നും ഏൽക്കാതെ, അതേപോലെ അപകടങ്ങളൊന്നും സംഭവിക്കാതെ, മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് വീട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ വീടിനെ കാണേണ്ടത്. അപ്പൊ സ്വന്തം വീടുണ്ടെന്ന് മനുഷ്യന് നിലകൊള്ളുന്ന അല്ലെ ആ സുരക്ഷ മാത്രമല്ല, ഞാനൊരു സ്ഥിതിയിലെത്തി, ഞാനൊരു വലിയ ആളായി അല്ലെ, അതൊരു സുരക്ഷയ്ക്കപ്പുറത്ത് എന്താണ് ആ ഒരു രീതിയിലേക്ക് ആ വീട് എന്നുള്ളതിന്റെ ഒരു അർത്ഥം മാറിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ സമൂഹത്തിൽ പലരും വീടുകളെ താരതമ്യം ചെയ്യുകയില്ല, അതിലൂടെ ഒരാളുടെ സ്റ്റാറ്റസിനെ അളക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് പുതിയ കാലം എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ വീടിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ അല്ലെ അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ മിഥ്യാ അഭിമാനത്തിന്റെ ചിഹ്നമായിട്ട് എന്ത് ചെയ്യാണ് വീട് എന്ന് പറയുന്ന സങ്കല്പങ്ങൾ മാറുകയാണ്. പണം അമിതമായി ഇപ്പൊ പലപ്പോഴും എനിക്ക് പേഴ്സണലി തന്നെ എന്താണ് അങ്ങനെയുള്ളതൊക്കെ അനുഭവത്തിലും അതേപോലെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ഇടങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അറിയണ്ടാവും. ഇപ്പൊ ഒരാളുടെ വരുമാനത്തിന്റെ ഇരട്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത് വീടിന്റെ മേലെ സ്പെൻഡ് ചെയ്യുന്നത്. വീട് നമുക്ക് ഒരിക്കലും തിന്നാൻ തരില്ല അല്ലെ. അങ്ങനെ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് അല്ലെ, വീട് വിൽക്കേണ്ടി വന്ന ആളുകളുണ്ട്, പുറത്തിറങ്ങേണ്ടി വന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള അല്ലെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളൊരു ബോധം കൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാഠഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടെയാണ് ഈ പാഠഭാഗം നമ്മളുടെ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഈ വലിയ ബംഗ്ലാവിൽ വല്ലപ്പോഴും മാത്രമാണ് അവിടെ താമസക്കാർ വന്നു പോകുന്നത്. അത് നമ്മളുടെ കഥാനായകനെ അത്ഭുതപ്പെടുത്തുകയാണ്. വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല അല്ലെ. വീട് നോക്കുവാൻ അവിടെ ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൻ ബംഗ്ലാവിൽ താമസിക്കാൻ വരുമ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്നൊരു ബട്ട്ലർ എത്തിയിരുന്നു എന്ന് പറയാണ്. എന്നാൽ കഥാനായകൻ അവിടെ അയൽക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെ ഒരിക്കൽ എന്ത് ചെയ്യാണ് അവര് അല്ലെ പ്രഭാതത്തിനടുത്ത് തിരിച്ചെത്തിയ ശേഷം എന്ത് ചെയ്യുന്നു അവിടെ അയൽക്കാരനെ കണ്ടുമുട്ടുകയും അവർ സംസാരിക്കുകയും അല്ലെ കുശലം പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അയൽക്കാരനെ കണ്ടെന്ന കഥാനായകൻ അമ്പരപ്പാണ് തോന്നിയത്. പഴയ ആളെ ആയിരുന്നില്ല, കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോ അല്ലെ ഒരു നിഴല് മാത്രമായി അല്ലെ, പഴയ ആളിന്റെ ഒരു നിഴല് മാത്രമായി അദ്ദേഹം മാറുന്നു. കണ്ണുകൾ കുഴിയിലേക്കൊക്കെ ആണ്ടുപോയിരിക്കുകയാണ്. വിളറി അല്ലെ ഒരു പ്രേതത്തെ പോലെ വളരെ ഊർജ്ജസ്വലനായി നിന്ന അയൽക്കാരൻ ഈ തരത്തിൽ ക്ഷീണിതനായത് കഥാനായകനെ അമ്പരപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പല കൂറ്റൻ മരങ്ങളും മുറിച്ചു നീക്കുകയും ബംഗ്ലാവ് നിർമ്മിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഭയങ്കര മരങ്ങളും ഇതൊക്കെ എന്താണ് വൃത്തികേടാക്കുകയാണ്, മണ്ണിൽ ചവിട്ടാൻ പറ്റില്ല, ഈ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു അല്ലെ. അപ്പൊ അതിന് ഫുള്ളി ഇന്റർലോക്ക് ചെയ്തു അല്ലെ, ഇലകളൊന്നും വീഴാതിരിക്കാൻ മരങ്ങളൊക്കെ വെട്ടി മാറ്റി അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നു എവിടെ നോക്കിയാലും ഒരു തരി മണ്ണും പ്രകൃതിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മുഴുവൻ എന്ത് ചെയ്യാണ് നമ്മളെ ഈ പറയുന്ന മോഡേൺ അല്ലെ രീതിയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ആ പരിസരം മുഴുവൻ അദ്ദേഹം മാറ്റിയിരുന്നു അല്ലെ. കാരണം ഇരുട് അല്ലെ, ഇലകളുടെ എന്താ പറയാ പച്ചപ്പിന്റെ ഇരുടൊന്നും അദ്ദേഹത്തിന് പറ്റില്ല, നിറയെ വെളിച്ചവും ഇതൊക്കെ വേണം, അതുകൊണ്ടാണ് ഫുൾ വെട്ടി മാറ്റിയെന്നൊക്കെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അല്ലെ. ഒരിക്കൽ പൊൻചെമ്പകം വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന വളരെ ഭംഗിയിൽ നിലനിന്നിരുന്ന പൊൻചെമ്പകത്തെ പോലും എന്ത് ചെയ്തിരുന്നു അദ്ദേഹം വെട്ടിമാറ്റിയിരുന്നു അല്ലെ. എന്നാൽ പിന്നെ എന്താണ് കഥാനായകൻ അല്ലെ എന്താ അടിവേരോട് വെട്ടാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതൊക്കെ പാഠഭാഗത്ത് നമുക്ക് കാണാം അല്ലെ. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് എന്ത് ചെയ്തത് മരങ്ങളോട് അല്ലെ താല്പര്യമില്ലാതിരുന്ന, പ്രകൃതിയോട് അകന്ന് ജീവിച്ചിരുന്ന അല്ലെ വളരെ കർക്കശക്കാരനായി സംസാരിച്ചിരുന്ന ആ ഒരു ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മളുടെ കഥാനായകൻ ആലോചിക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബന്ധങ്ങളൊക്കെ അല്ലെ തൻ്റെ മക്കളുടെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയൊക്കെ ആ വലിയ വീട്ടില് തൻ്റെ വാർദ്ധക്യം ചെലവഴിക്കണം എന്ന് ആഗ്രഹിച്ച മക്കളെയൊക്കെ പൈസ നോക്കാതെ വിദേശത്ത് വലിയ വലിയ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള ആ അച്ഛൻ അല്ലെ തിരിച്ചറിയാണ് മക്കൾ അവിടെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവാണ്, അവരൊരിക്കലും ഈ നാട്ടിലേക്കൊന്നും ഇനി വരാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് എന്ത് ചെയ്തത് അല്ലെ. ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ച് അത്തരത്തിൽ എന്ത് ചെയ്തത് വാർദ്ധക്യത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ അത്രയും ശോഷിച്ചൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ വിസ്തൃതമായ ലോകത്തില് തികച്ചും ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ എന്ത് ചെയ്യായിരുന്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു അല്ലെ. അപ്പൊ അതിന് അല്ലെ ഒരു മനസ്സിന് കുളിർമയേകുന്ന പ്രകൃതിയെ പോലും മരങ്ങളെ പോലും ഇല്ലാതാക്കിയിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം അതൊക്കെ പണിത് തീർത്തത് അല്ലെ. അപ്പോൾ തന്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരു ആശ്രയമായിട്ട് ഒടുവിൽ കഥാനായകനെ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തെ സ്വാന്തരിപ്പിക്കാനുള്ള വാക്കുകൾ കണ്ടെത്താൻ കഥാനായകന് സാധിക്കുന്നില്ല. ഒടുവിൽ ആ വീടിനെയും ഓർമ്മകളെയും പ്രതീക്ഷകളെയും ഒക്കെ ഉപേക്ഷിച്ച് ആ അയൽക്കാരൻ എങ്ങോട്ടോ
പോവുകയാണ് അല്ലെ, എവിടെയാണ് പോയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹം എങ്ങോട്ടോ പോകുന്നതാണ് കഥയുടെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ 2 കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കഥാപാത്ര നിരൂപണം നമുക്ക് ഈ 2 കഥാപാത്രത്തിനും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രകൃതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടെ എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പായിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. കൂടാതെ പാഠഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, സന്ദർഭങ്ങളൊക്കെ വെച്ച് പ്രയോഗങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു കഥയുടെ അല്ലെ ഒരു എന്താ പറയാ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് ലൈവുകളിലൊക്കെ ആയിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എന്തൊക്കെ സാധ്യത ചോദ്യങ്ങളൊക്കെ ഇനി വരും എന്നൊക്കെയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇനി ഏതൊക്കെ പാഠഭാഗങ്ങളാണ് മക്കൾക്ക് ആവശ്യമുള്ളതെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ്, നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ പിന്നെ വീഡിയോ നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് ടീച്ചറും വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള ഊർജ്ജമൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, പഠിക്കുക കേട്ടോ, പഠിച്ചു തുടങ്ങുക. ഇനിയും നമ്മൾ നാളെ എന്നൊന്നും നീട്ടിവെക്കാൻ പാടില്ല, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.